ഇപ്പോൾ ചൂരൽമലയിൽ നിന്ന്. കുട്ടൻ, പല സ്ഥലങ്ങളിലേക്ക് രക്ഷാപ്രവർത്തകർ പോയിക്കൊണ്ടിരിക്കുകയാണ്. 6 സോണുകളിലേക്കും പോകുന്നുവെന്നാണ് അനൂപ് അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അനൂപ് അടക്കം ദൂരങ്ങളിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടൻ ഇപ്പോൾ താഴ്ഭാഗത്താണ്, ചൂരൽമലയിലാണ് നിൽക്കുന്നത്. അത് രക്ഷാപ്രവർത്തനത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ഇതിൻ്റെ ഏകോപനം നടക്കുന്ന ഇടങ്ങളിലൊന്നുകൂടിയാണ്. മനുവത്തെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏകോപനം തീർച്ചയായും ഇവിടെ തന്നെയാണ് നടക്കുന്നത്. വളരെ സജീവമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 6 സോണുകൾ തിരിച്ചുകൊണ്ട് ഓരോ സോണിലും 40-ലധികം അംഗങ്ങളുള്ള സംവിധാനമാണ് പരിശോധന നടത്തുന്നത്. ഡ്രോൺ ഉൾപ്പെടെയുള്ള അത്യന്താധുനിക സജ്ജീകരണങ്ങൾ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. രാവിലെ തന്നെ വളരെ നേരത്തെ തന്നെ 6 മണിയോടുകൂടി തന്നെ സേനാംഗങ്ങളൊക്കെ ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. 7 മണിയോടുകൂടി തെരച്ചിൽ ആരംഭിച്ചിരുന്നു. പോലീസ്, നായ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. മനു, നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ ചൂരൽമലയും തൊട്ടടുത്ത പ്രദേശങ്ങളുമൊക്കെ അതിമനോഹരമായ ഭൂപ്രദേശങ്ങളായിരുന്നു. ഞങ്ങളിപ്പോൾ ഇവിടെ ഈ ഒരു ലൈവിൻ്റെ ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഇവിടെ ഈ സ്കൂളിങ്ങനെ കാണുകയായിരുന്നു. വെള്ളർമലയിലെ സ്കൂൾ, അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് പൊളിയാതെ ഇവിടെ ബാക്കിയുള്ളത്. അപ്പോൾ ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകരായ മാധ്യമപ്രവർത്തകർ വയനാട്ടിൽ നിന്നൊക്കെയുള്ളവർ ഞങ്ങളോട് പറഞ്ഞത്, അവരിവിടെ സ്റ്റോറിയൊക്കെ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അവർക്കല്ലെങ്കിൽ ഒരു അസൂയ തോന്നുന്ന പ്രദേശമാണ്. കാരണം ഈ സ്കൂളിൻ്റെ താഴെ ഗ്രൗണ്ടിൽ നിന്നൊരു പടിയിറങ്ങിപ്പോയാൽ മനോഹരമായൊരു കുഞ്ഞു പുഴ, നല്ല വെള്ളാരം കല്ലുകളൊക്കെ ഉള്ള ഒരു നല്ല മനോഹരമായ പുഴ. അപ്പോൾ ഇവിടെ നിന്ന് പഠിക്കാൻ പറ്റിയല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിരാശപ്പെടാറുണ്ടെന്നൊക്കെ പറയായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ പുഴ ഒഴുകുന്നതൊക്കെ കാണുമ്പോൾ, സ്കൂൾ തടന്നൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. കുറേ ദിവസങ്ങളായി വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടെങ്കിൽ പോലും ഓരോ കാര്യങ്ങൾ കൂടുതലായി അറിയുമ്പോഴുള്ള ഒരു പങ്കുവെക്കാൻ അതിൻ്റെ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ മനു. അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്തൊരു വൈകാരികമായ അവസ്ഥ തന്നെയാണ് ഇവിടെയൊക്കെ ഈ പ്രദേശങ്ങളിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത് മനു. തീർച്ചയായും കുട്ടൻ, ഇതിനിടയിൽ ഈ പ്രദേശത്ത് ചെറിയ ചാറ്റൽ മഴ വീണ്ടും തുടങ്ങി എന്ന് കേൾക്കുന്നു. കാലാവസ്ഥയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? കാരണം ഞാനത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്, ഓരോ മിനിറ്റിലും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവമുള്ള കാലാവസ്ഥ ഈ പ്രദേശത്ത് നമ്മൾ ആദ്യ ദിവസം മുതൽ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? മഴ പെയ്യുന്നുണ്ടോ? ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത്, അതായത് പുഴയുടെ ഈ ഭാഗത്ത് ഇപ്പോൾ മഴയില്ല. പക്ഷേ എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം, അത്തരമൊരു സാഹചര്യത്തിലാണുള്ളത്. പക്ഷെ മറുഭാഗത്ത് ഈ ഒരു കാലാവസ്ഥ നോക്കുമ്പോൾ മുണ്ടക്കയിലും മറ്റ് അട്ടമലയിലൊക്കെ സ്വാഭാവികമായിട്ടും മഴ പെയ്യാൻ സാധ്യതയുണ്ട്. കാരണം അവിടെയൊക്കെ ഇങ്ങനൊരു കാർമേഘങ്ങൾ ദൂരത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇവിടെ പക്ഷേ അങ്ങനെ ഒരു മഴയില്ല. പക്ഷേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5-10 മിനിറ്റ് ഇടപെട്ടുകൊണ്ട് ഈ അന്തരീക്ഷം മാറാം, വീണ്ടും കടുത്ത മഴയൊക്കെ പെയ്യാം. എന്തായാലും പക്ഷേ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കാത്ത രീതിയിലുള്ള ഇടപെടലുകളൊക്കെ നടത്തുന്നുണ്ട്. വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഒക്കെ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചേരുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിപുലമായ ഒരു സംവിധാനമാണ് ഓരോ കേന്ദ്രങ്ങളിലും. കാരണം ഇനിയിപ്പോൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരൊക്കെയാണ് പുറത്തേക്ക് എടുക്കേണ്ടത്. അതിന് ഹിറ്റാച്ചിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള JCB ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്, രക്ഷാപ്രവർത്തനങ്ങളാണ്. അതൊക്കെ മനു പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ചൂരൽമലയിലേക്കും മഴ പെയ്യുകയാണ്. മഴ പെയ്യുന്നൊരു സിറ്റുവേഷനാണ് ഉള്ളത് മനു. തീർച്ചയായും അതാണ്, ഓരോ മിനിറ്റിലും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥാ സ്വഭാവം കൂടിയുള്ള നാടുകൂടിയാണ് ഈ പറയുന്ന ചൂരൽമല പ്രദേശം. ഇപ്പോൾ കുട്ടൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ മഴയില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ വീണ്ടും മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പക്ഷേ എങ്കിലും കുട്ടൻ, ആ ബെയിലി പാലം സ്ഥാപിച്ചത് കൊണ്ട് തന്നെ മഴ വന്നാലും അനായാസം അക്കരയ്ക്ക് കടന്നു പോകാൻ പറ്റും എന്നത് വലിയ ആശ്വാസമാണ്. പ്രത്യേകിച്ച് മനുഷ്യർക്ക് മാത്രമല്ല, വാഹനങ്ങൾക്ക്, JCBകൾക്ക് ഒക്കെ കടന്നു പോകാൻ പറ്റുമെന്നത് വലിയൊരു ആശ്വാസമാണ്. നമ്മുടെ സൈന്യത്തിനൊരു വലിയ സല്യൂട്ട് നമ്മൾ കൊടുക്കണം. ഇത്ര വളരെ വേഗത്തിലൊരു ബെയിലി പാലം സ്ഥാപിച്ചത്, ഗതാഗത യോഗ്യമാക്കി നമ്മുടെ മുൻപിലേക്ക് നൽകിയതിന്. ആ പാലം നിർമ്മിച്ചത് നമ്മുടെ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ വേഗതയിൽ വലിയൊരു ശതമാനം ഗുണം ചെയ്യുമെന്നതാണ്.